തിങ്കളാഴ്ച രാത്രി ഉണ്ടായ കളർകോട് അപകടം നമ്മുടെയൊക്കെ നെഞ്ച് പൊട്ടിച്ചിട്ടുണ്ട്. അത്രമാത്രം വേദനയാണ്. 5 പ്രതിഭകളായ 5 മെഡിക്കൽ വിദ്യാർത്ഥികൾ. മുമ്പ് ഇതുപോലെ എന്താണ് ടാങ്കർ ലോറിയുമായി കൂട്ടിയിടിച്ച 7 എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ മരിച്ച സംഭവമുണ്ട്. അതുപോലെ തന്നെ MBBS വിദ്യാർത്ഥികൾ പുഴയിൽ മുങ്ങി മരിച്ച സംഭവമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വേദന നമ്മൾ അനുഭവിച്ചിട്ടുമുണ്ട്. ഇപ്പോഴിതാ 5 ചെറുപ്പക്കാർ, അതും 2024 ബാച്ചിൽ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയ പ്രഗത്ഭരായ കുട്ടികൾ. സർക്കാർ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ എന്തുമാത്രം ത്യാഗം സഹിക്കണമെന്ന് നമുക്കറിയാം. ഇവർ സഞ്ചരിച്ച വാഹനം എങ്ങനെയാണ് അപകടത്തിൽപ്പെട്ടത്? അപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് സ്വാഭാവികമായി ഇത്തരം അപകടങ്ങളൊക്കെ നടത്തുമ്പോൾ ആ സ്പോട്ടിലെത്തി എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കും. പ്രധാനമായും 5 കാരണങ്ങളാണ് മോട്ടോർ വാഹന വകുപ്പ് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് എഴുതി നൽകിയിരിക്കുന്നത്. ഈ 5 കാരണങ്ങളാകാം ഈ അപകടത്തിലേക്ക് നയിച്ചത്. ഒന്നെന്താണ്? മഴ മൂലമുണ്ട് റോഡിലുണ്ടായിരുന്ന വെള്ളക്കെട്ട്. ഒന്നാമത്തെ കാരണം മഴയുണ്ടായിരുന്നു, മഴ മൂലം റോഡിൽ വെള്ളക്കെട്ടുണ്ടായിരുന്നു. 2 എന്താണ്? ഇവർക്ക് പരിചയക്കുറവുണ്ട്. പരിചയക്കുറവെന്ന് പറഞ്ഞാൽ ഡ്രൈവിങ്ങിൽ പരിചയക്കുറവുണ്ട്. ഈ റോഡ് പരിചിതമല്ല. ഈ റോഡിൽ എവിടെയാണ് ഗട്ടറുള്ളത്, എവിടെയാണ് വെള്ളക്കെട്ടുള്ളത്, എങ്ങനെയാണ് പോകേണ്ടതെന്ന് ഇവർക്കറിയില്ല. പിന്നെ 3ാമത്തെ കാരണം എന്താണ്? 7 പേർക്ക് യാത്ര ചെയ്യാൻ ഡിസൈൻ ചെയ്ത ടവേര കാറിൽ 11 പേരാണ് യാത്ര ചെയ്തത്. അപ്പോൾ ഓവർലോഡായിരുന്നു. ഇനി വണ്ടിയുടെ കാലപ്പഴക്കം 14 വർഷത്തെ കാലപ്പഴക്കമുണ്ട് ഈ വണ്ടിക്ക്. പിന്നെന്താണ്? 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ വാഹനത്തിലുണ്ടായിരുന്നില്ല. ഒന്ന്, ആൻറ്റി ബ്രേക്ക് സിസ്റ്റം. അത് ഉണ്ടായിരുന്നില്ല. ബ്രേക്ക് പിടിക്കുമ്പോൾ വണ്ടി പെട്ടെന്ന് സഡൻ ബ്രേക്ക് പിടിക്കുമ്പോൾ വണ്ടി തെന്നി മാറാതേക്ക് പോകാതെ ഇരിക്കാനുള്ള ഒരു സിസ്റ്റമാണ് ആൻറ്റി ബ്രേക്ക് സിസ്റ്റം. അതുണ്ടായിരുന്നില്ല. ഇലക്ട്രോണിക് ബ്രേക്ക് സിസ്റ്റം അതും ഉണ്ടായിരുന്നില്ല. ഇലക്ട്രോണിക് ബ്രേക്ക് ഈ സിസ്റ്റമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ, ഈ സാങ്കേതിക സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇവർ ബ്രേക്ക് ചെയ്യുമ്പോൾ വണ്ടി അവിടെ തന്നെ നിന്നേനെ. പക്ഷേ ഇവിടെ എന്ത് സംഭവിച്ചു? ഇവർ KSRTC മറ്റൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്ത് അമിത വേഗത്തിലാണ് വാഹനം വന്നത്. ഈ ടവേരക്കാർ അമിത വേഗത്തിലായിരുന്നു. കാരണം ഈ പിള്ളേർ സിനിമയ്ക്ക് പോവുകയാണ്. സിനിമ തുടങ്ങുന്നതിന് മുമ്പ് തിയേറ്ററിലെത്തണം. വേറെ 2 കുട്ടികൾ ബൈക്കിൽ ഇവരെ ഫോളോ ചെയ്യുന്നുണ്ട്. ഫോളോ ചെയ്ത് വന്നവർക്ക് പോലും ഇവരെ തിരിച്ചറിയാൻ പറ്റിയില്ല എന്നുള്ളതൊക്കെ വളരെ സങ്കടകരമായ മറ്റൊരു കാഴ്ചയാണ്. ഇവരെ ഇവർ കാറിൽ കയറാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് മറ്റു 2 കുട്ടികൾ ബൈക്കിലാണ് വരുന്നത്. ബൈക്കിൽ വന്നവർ രക്ഷപ്പെട്ടു, കാറിൽ കയറാത്തത് അവരുടെ ഭാഗ്യവുമായി. ഏതായാലും കാറിൽ കയറിയ ഇവർക്ക് സംഭവിച്ചതോ, അമിത വേഗത്തിൽ വന്ന് മറ്റൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്തു. KSRTC ബസ്സിന് മുഖാമുഖം കാണുന്നു, ബ്രേക്ക് ചെയ്യുന്നു, ബ്രേക്ക് കിട്ടുന്നില്ല, വണ്ടി തെന്നിമാറി പോയി ഇടിക്കുന്നു. പോലീസ് ഇതാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് മോട്ടോർ വാഹന വകുപ്പ് കൊടുത്ത റിപ്പോർട്ട്. 1, വണ്ടിയുടെ അമിത വേഗതയുണ്ട്. 2, മഴ മൂലം റോഡിലുണ്ടായിരുന്ന വെള്ളക്കെട്ട്, പരിചയക്കുറവ്. ഈ ഡ്രൈവർക്ക്, വണ്ടി ഓടിച്ച പയ്യന് 5 മാസം മുമ്പാണ് കാറിന് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയത്. അപ്പോൾ അദ്ദേഹത്തിന് കാറ് എങ്ങനെ, പെട്ടെന്ന് ഒരു സഡൻ സംഭവമാണല്ലോ. ആക്സിഡൻറ്റ് എന്ന് പറയുന്നത് പെട്ടെന്ന് സംഭവിക്കുന്നതാണ്. അല്ലാതെ നേരത്തെ ഇങ്ങനെ KSRTC ബസ് അതാ വരുന്നു, ഞാൻ ഇവിടുന്നേ ബ്രേക്ക് ചെയ്യണമെന്നല്ല. പെട്ടെന്നാണ് കാണുന്നത് എതിരെ ഒരു കേസ്. അപ്പോൾ അതിന് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ആക്ഷൻ കൊടുക്കുന്നതിൽ ഈ ഡ്രൈവറായിരുന്ന പയ്യനും പരാജയപ്പെട്ടു. ലൈസൻസ് കിട്ടിയത് വെറും 5 മാസം മുമ്പാണ്. അപ്പോൾ കാരണങ്ങൾ ഒന്നുകൂടി ഞാൻ വ്യക്തമാക്കി പറയാം. ഇനി വാഹനം ഓടിക്കുന്ന ആളുകൾ ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടിയാണിത്. വണ്ടിയിൽ ഇത്തരം സംവിധാനം, ആൻറ്റി ബ്രേക്ക് സിസ്റ്റമൊക്കെ ഉണ്ടോ എന്ന് പരിശോധിക്കണം. കാലപ്പഴക്കം ഉള്ള വണ്ടിയിൽ ഇത്രയും അമിതമായ ആളുകളെ കയറ്റി പോകാതിരിക്കണം. മറ്റൊന്ന്, മഴയുള്ളപ്പോൾ കാലാവസ്ഥാ നിരീക്ഷകർ പലതവണ മുന്നറിയിപ്പ് നൽകി, രാത്രി കാലങ്ങളിൽ യാത്ര വേണ്ട, ആഘോഷയാത്രകൾ വേണ്ട എന്ന് പറയുന്ന മുന്നറിയിപ്പ് കിഴക്കൻ മേഖലയിലെ മലയോര മേഖലകളിൽ മാത്രമല്ല, നാട്ടിലും നടപ്പിലാക്കണം. ഇങ്ങനെയുള്ള യാത്രകളൊക്കെ ഒഴിവാക്കണം. മറ്റൊന്നാണ്, 7 യാത്രക്കാരുടെ 11 അമിത യാത്രക്കാർ പാടില്ല. പിന്നെ ഉള്ളത്, ഈ ലൈസൻസ് കിട്ടിയിട്ട് 5 മാസം പരിചയസമ്പന്നത വേണം. വണ്ടി ഓടിക്കുമ്പോൾ ഇത്രയും ആളുകളെയൊക്കെ കൊണ്ടുപോകുമ്പോൾ അല്പം പരിചയം വേണം. പരിചയമില്ലാത്ത ആളുകൾ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണിത്. പെട്ടെന്നൊരു ആക്സിഡൻ്റൊക്കെ അഭിമുഖീകരിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യണം, എങ്ങനെ വണ്ടി നിർത്തണമെന്ന് അറിയാൻ പറ്റാതെ വരും. ഇതൊക്കെയാണ് കാരണങ്ങളെന്ന് മോട്ടോർ വാഹന വകുപ്പ് പറയുമ്പോഴും നമ്മുടെ പോലീസ് ഒരു ചെയ്തങ്ങ് ചെയ്തു കളഞ്ഞു. ആ പാവം KSRTC ഡ്രൈവറുടെ പേരിൽ കേസെടുത്തു, FIR ഇട്ടു. പോലീസ് പറയുന്നത് അത് സ്വാഭാവികമായ ഒരു നടപടിയാണ്. KSRTC ബസ്സുകാരൻ ഇതൊന്നും അറിയുന്നില്ല. അയാൾ വളരെ മാന്യമായിട്ട് വണ്ടി ഓടിച്ചു വരികയാണ്. അപ്പോഴാണ് ഈ പിള്ളേർ കൊണ്ട് ഇടിച്ച് കയറുന്നത്. അയാൾ അവിടെയും 6 പേർക്ക് പരിക്കുണ്ട്, KSRTC ബസ്സിനകത്ത് ഇരുന്ന ആളുകൾക്കും. ഇതിനകത്ത് ഇനി 3 കുട്ടികളുടെ നില അതീവ ഗുരുതരമാണെന്ന് ആരോഗ്യമന്ത്രി തന്നെ പറയുന്നു. അവരുടെ എല്ലാ വിദഗ്ധ ചികിത്സയും വണ്ടാനം മെഡിക്കൽ കോളേജിൽ തന്നെ ചെയ്യുമെന്നും സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. നമുക്ക് സങ്കടമുണ്ടെങ്കിലും ഈ KSRTC ജീവനക്കാരനെതിരെ പോലീസ് കേസെടുത്തു. എന്നിട്ട് പറയുന്നത് ഇനി അന്വേഷണമൊക്കെ നടക്കട്ടെ,
അന്വേഷണമൊക്കെ നടന്ന് പ്രാഥമികമായ റിപ്പോർട്ട് FIR മാത്രമാണിത്. ഇനി അന്വേഷണമൊക്കെ നടന്നു വരുമ്പോൾ FIR-ൽ ചില മാറ്റങ്ങൾ കൂടി വരും. അപ്പോൾ വേണമെങ്കിൽ KSRTC ജീവനക്കാരെയൊക്കെ ഒഴിവാക്കാമെന്നാണ് പോലീസും പറയുന്നത്. ഏതായാലും ഈ സുരക്ഷാ മുന്നറിയിപ്പുകൾ, ഹെൽമറ്റ് ആണെങ്കിലും സീറ്റ് ബെൽറ്റ് ആണെങ്കിലും വേഗതയുടെ കാര്യത്തിലാണെങ്കിലും സർക്കാരും കോടതികളും നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അനുസരിക്കണം. മറ്റൊന്നുമല്ല, അത് നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് പറയുന്നത്. നിയമം പാലിക്കുന്നതിലൂടെ, റോഡ് നിയമങ്ങൾ പാലിക്കുന്നതിലൂടെ, ഗതാഗത നിയമങ്ങൾ പാലിക്കുന്നതിലൂടെ സർക്കാരിന് മെച്ചമൊന്നുമില്ല. മരിച്ചാൽ നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടുകാർക്കുമാണ് നഷ്ടം, അല്ലാതെ സർക്കാരിനല്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഈ നിയമങ്ങൾ പാലിക്കാൻ മറക്കാതിരിക്കുക.